ആ വിഷ്ണു ഇരുന്നാണ്ട് വിയർത്ത് കുളിച്ച് വിഷ്ണുവിൻ്റെ കണ്ണീര് ചെറുതായിട്ട് വരുന്നുണ്ട്. പക്ഷേ അത് പുറത്തോട്ട് വിടാനുള്ള അനുവദിക്കുന്നില്ല. എന്താണ് പിന്നെ ചേട്ടാ അഭിനയിച്ചേട്ടാ, നിങ്ങൾ സത്യം പറ, ആണോ? പുള്ളി പോലും ഒരു നിമിഷം പേടിച്ചു പോയി, ഇതെന്താ സംഭവം അറിയാൻ വയ്യ. അല്ല, പുള്ളി വിചാരിച്ചാണ്, വിഷ്ണു എപ്പോഴെങ്കിലും വിചാരിച്ചു ഒരു ഇന്റർവ്യൂർ ഇങ്ങനെ വന്നിട്ട് ഇത്രയും ധൈര്യത്തോടെ ഇങ്ങനെ എന്നെ പിടിച്ചിരുത്താൻ? പിന്നെ ദിവ്ചേട്ടനെ കറക്റ്റായിട്ടാണ് വിളിച്ചേ. ദിവ്ചേട്ടന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രാങ്കാന്ന്. അവൻ അങ്ങോട്ട് സംസാരിച്ചേതാ? ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് കാര്യത്തിലേക്ക് പോവാം. ഇതിലെ കഥാപാത്രം പറയാം. മാറത്തെ കൊട്ടാരം. ഇതില് നന്ദ എന്ന് പറയുന്ന കഥാപാത്രമാണ്. ഈ ജഗൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ കൂടെ സന്ത സഹചര്യാണ്. എപ്പോഴും പറഞ്ഞ പോലെ വിളിക്കുന്നതും മറ്റൊരു കഥാപാത്രമാണ്. സൗണ്ടും ഫേസുമായിട്ട് ദിവ്യദർശൻ ചേട്ടൻ്റെ ലുക്ക് വരുന്നുണ്ട് കേട്ടോ. സൗണ്ട് വരുന്നതും ഈ ഫേസ് ഇരിക്കുന്നതൊക്കെ ദിവ്യദർശൻ അറിയാം. ദിവ്യദർശൻ അറിയാമോ? ഇപ്പം നമ്മുടെ സൂര്യയിലൊരു സീരിയൽ ഇപ്പം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ പ്രൊഡക്ഷനിൽ തന്നെ സുന്ദരിയുണ്ട്, അതുപോലെ തന്നെ വേറെ സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ആ സീരിയലിൻ്റെ ഡയറക്ടറാണ്. 2 സീരിയലും പുള്ളി തന്നെ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ചെറിയ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരുപാട് പേർ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ. ഏതാന്ന് പറഞ്ഞിട്ടുണ്ട് പലരുടെ. അല്ല, ഞാൻ പറഞ്ഞത് ഇതാണ്, ഈ നമ്മുടെ ചേട്ടൻ്റെ. പിന്നെ വിഷ്ണുവിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ഇപ്പം കയ്യിൽ കണ്ടു, കല്യാണം കഴിഞ്ഞാന്ന് മനസ്സിലായി. അതോ നിശ്ചയം കഴിഞ്ഞാന്നോ? വെളിപ്പെടുത്തുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? മറ്റു പല ആരാധികമാർക്കും അങ്ങനെ എന്തെങ്കിലും പഠിച്ച സമയത്ത്? എവിടെ പഠിച്ചതൊക്കെ? എവിടെ പഠിച്ചത്? ആ കൂടെ പഠിച്ച കുട്ടിയാണോ ഇപ്പോൾ വീട്ടിലിരിക്കുന്നത്? എന്താ ജോലി ചെയ്തോണ്ടിരുന്നത്? ഞാൻ പ്രവാസിയായിരുന്നു. പ്രവാസിയായിരുന്നു. ഏത് സ്ഥലത്തായിരുന്നു? ഞാൻ കുവൈറ്റിലുണ്ടായിരുന്നു, പിന്നെ ജിബൂട്ടിലുണ്ടായിരുന്നു, പിന്നീട് ഇറാഖിലുണ്ടായിരുന്നു. ഇറാഖിലൊക്കെ പോയി. ദുബായിലുണ്ടായിരുന്നു. എന്ത് ജോലി എന്തായിരുന്നു അവിടെ? എന്താ? സേഫ്റ്റി ഓഫീസറായിരുന്നു. സേഫ്റ്റി ഓഫീസേഴ്സിനൊക്കെ നല്ല സാലറി ഇല്ലേ അവിടെ? ആയിരുന്നു, നല്ലൊരു സാലറി. ഇപ്പോൾ ലാസ്റ്റ് നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി. ക്വാളിറ്റി കൺട്രോളായിരുന്നു. സേഫ്റ്റി ഓഫീസറായിരുന്നു. എനിക്ക് തോന്നുന്നു ക്വാളിറ്റി കൺട്രോളർ കുറച്ചും കൂടെ സാലറി കുറച്ചുകൂടെ കൂടുതലാണ് ലെവലായിരുന്നു. ഇനിയിപ്പോൾ തിരിച്ചു പോകാനുള്ള എന്തെങ്കിലും? തിരിച്ചു പോകാനുള്ളതൊന്നും ഇപ്പം നിലവിൽ ചിന്തയിലില്ല. ഇത് തന്നെ മുന്നോട്ട്. പിന്നെ എന്താ തോന്നിയത് ആ പ്രവാസ ലോകമൊക്കെ ഉപേക്ഷിച്ചിട്ട് വീണ്ടും ഒരു സീരിയൽ രംഗത്തേക്ക് അഭിനയത്തിലേക്ക് വരാൻ എന്താ തോന്നിയത്? തോന്നിയ കോവിഡ് സമയത്തായിരുന്നു മെയിനായിട്ടും ഇങ്ങനൊരു ചിന്ത. അതായത് നമ്മൾ ടിക്ടോക്ക് ഒക്കെ ചെയ്ത് നമ്മൾ മൊത്തം ലോക്കായ സമയത്ത്, കോവിഡ് സമയത്തായിരുന്നു അങ്ങനെ ബ്ലോക്കായി പോയത്. അഭിനേതാവ് പുറത്ത് വന്നത്, പുറത്ത് വരേണ്ടി വന്നു ടിക്ടോക്കിലൂടെയൊക്കെ. പിന്നെ ഈ പറഞ്ഞ പോലെ 10-ാം വളവ് സിനിമയിൽ ഒരു അവസരം കിട്ടി. സുരാജേട്ടൻ്റെ 10-ാം വളവ് സീനിൽ അവസരം കിട്ടി. അത് ആർട്ട് ഡയറക്ടർ രാജീവ് ഗോവിലോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം രാജീവേട്ടൻ മറ്റേ എനിക്ക് തോന്നുന്നു ദൃശ്യ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടല്ലോ. അദ്ദേഹം നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഫസ്റ്റായിട്ട് നമുക്ക് തരുന്നത്. അതിന് മുമ്പ് നമ്മൾ ചെയ്യുന്നത് ഒരു റീക്രിയേഷൻ ചെയ്തിരുന്നു, മാരിവില്ലിൻ ഗോപുരങ്ങൾ എന്ന് പറഞ്ഞിട്ട് പാട്ടിന്റെ. അതിന്റെ റീക്രിയേഷൻ ചെയ്തു. അത് സുരേഷ് ഗോപി സാറിനെ എത്തിക്കുകയും അദ്ദേഹം ആരൊക്കെ കൂടി ചെയ്തത്? ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ആണ് ചെയ്തത്. യൂട്യൂബിൽ അങ്ങനെ വലിയ വ്യൂവേഴ്സ് ഒന്നും ഉള്ള അല്ലെങ്കിൽ ഞങ്ങൾ യൂട്യൂബിൽ ഉണ്ട് സാധനം. അങ്ങനെ സുരേഷ് ഗോപി സാറിൽ എത്തിക്കുകയും ചെയ്തു. അവസാനം പുള്ളി കണ്ടിട്ടൊരു 1 minute 30 seconds നോട്ടൊക്കെ അയച്ചു തന്നു. കൊള്ളാം, നന്നായി എന്ന് പറഞ്ഞിട്ട്. അതാ ശരിക്കും പറഞ്ഞ ഊർജ്ജം. അതായിരുന്നു ശരിക്കും ഒരു ഊർജ്ജം. അദ്ദേഹം പറഞ്ഞേക്കുന്നത് കൊള്ളാമെന്ന് സുരേഷ് ഏട്ടനാ പറഞ്ഞത്. എന്താ പറയാ, സുരേഷ് ഏട്ടൻ എല്ലാം അങ്ങനെ കണ്ടിട്ട് റിപ്ലൈ കൊടുക്കുന്ന ഒരു വ്യക്തിയല്ല. അത് ജെന്യൂൻ ആയിട്ടുള്ളത് കണ്ട് പുള്ളിക്ക്. ഗോപൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കൂടെ നമ്മുടെ ഒരു നാട്ടുകാരനുണ്ട്, അദ്ദേഹം മെമ്പറും കൂടെയാണ്, ഗോപൻ ചിഹ്നത്തിൽ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹമായിരുന്നു അതിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചത്. ആ ഒരു വീഡിയോ എത്തിച്ചത് നേരിട്ട് കണ്ടു വന്നിട്ട് നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല. അതിനുശേഷം ഞാൻ ദൂരെ നിന്ന് കണ്ടിട്ടുണ്ട്, പക്ഷെ നേരിട്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. നേരിട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ഇന്റർവ്യൂ കഴിയുമ്പം സുരേഷ് ചേട്ടനെ കാണാൻ അത്ര വലിയ പാടില്ലെന്നാണ് ഇപ്പം കുറച്ചുകൂടെ പദവി കൂടി രാഷ്ട്രീയത്തിൽ. അപ്പോൾ കാണാൻ എളുപ്പമായിരുന്നു. കാര്യം സിനിമാ നടൻ എന്നുള്ള സുരേഷ് ചേട്ടനെ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എവിടെയാണെന്ന് അറിയാൻ പറ്റത്തില്ല. പക്ഷെ ഇപ്പോൾ എവിടെയെങ്കിലും തിരക്ക്, ഏതെങ്കിലും ഓഫീസിൽ തിരക്ക് എൻ്റെ അടുത്തുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ കാണാൻ സാധിക്കട്ടെ കേട്ടോ. ഈ പ്രാങ്ക് കിട്ടിയപ്പോൾ പോവണ്ട എന്ന് ഞാൻ ഇങ്ങനെ പിടിച്ചിരുത്തുമ്പോഴും മനസ്സിലെന്താ? സത്യസന്ധമായിട്ട് പറയണം, പോകണം തന്നെയായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഇത്രയും സംസാരിക്കുമ്പോൾ ജോബിനായിട്ട് എതിർക്കുമ്പോഴും വിചാരിച്ചോ ഒന്നുകിൽ ഇതിൽ നിന്ന് പറഞ്ഞു വിടും അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന്? അല്ല, അങ്ങനല്ല. നമുക്ക് കമ്മിറ്റഡ് ആണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, കമ്മിറ്റഡ് ആയിട്ട് ഒരാളാണ്. ഒരു കാര്യം കമ്മിറ്റ് ആയി കഴിഞ്ഞാൽ അതിലാണ് മെയിനായിട്ട്. പിന്നെ അതിന് എന്ത് ഓഫർ വന്നാലും ഇപ്പം കംപ്ലീറ്റ് ആയാലും ഇവിടെ ഇപ്പം എനിക്ക് എന്തായാലും അതൊന്നും നമ്മുടെ ഒരു ഇന്റർവ്യൂവിൻ്റെ ഒരു ഭാഗമായിട്ട് കണ്ടാൽ മതി. ഇതൊക്കെ പുള്ളിയെ കാണാൻ നല്ല സുന്ദരനാട്ടോ. കാര്യം സിനിമ ആഗ്രഹമുണ്ടോ അതോ സീരിയലാണോ? സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ് ചെയ്തത്? ഞാൻ 10-ാം വളവ് സിനിമ. 10-ാം വളവ് പറഞ്ഞു. വേറെ എഡ്വിന്റെ നാമം എന്ന് പറഞ്ഞിട്ട് എഡ്വിൻ നല്ല കഥാപാത്രമാണോ? പള്ളിയിലച്ഛന്റെ വേഷമായിരുന്നു. പള്ളിയിലച്ഛന്റെ വേഷം. അപ്പൊ കുറച്ചുകൂടെ താടിയൊക്കെ ഉണ്ടായിരുന്നു. ഒരു ബുൾഗാൻ താടിയൊക്കെ വെച്ചിട്ടൊക്കെ മേക്ക് ഓവർ ആയിരുന്നു. നവംബർ 24-ാം തീയതി റിലീസ് ചെയ്ത്.
ഇനി വരാൻ പോകുന്നേ ഉള്ളൂ കഴിഞ്ഞ കഴിഞ്ഞ വർഷം അതെങ്ങനെയാ തിയേറ്റർ റിലീസ് ആയിരുന്നു റിലീസായിരുന്നു. കാതല് മമ്മൂക്കയുടെ കാതൽ 23 ഞങ്ങൾ സിനിമ 4-ാം തീയതി 24-ാം തീയതി. ഓ ഭയങ്കര സിമിലാരിറ്റി കേട്ടോ. കൊച്ചു സിനിമ. അപ്പൊ അങ്ങനെ അത് എങ്ങനെ ആൾക്കാർ ഏറ്റെടുത്തായിരുന്നു? അത് അത്ര ഒരു നമ്മൾ പുതുമുഖങ്ങളായതുകൊണ്ടും വലിയ ജനശ്രദ്ധയൊന്നും നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ആൾക്കാരെ പുതുമുഖങ്ങൾ അഭിനയിച്ച സിനിമകൾ ഇഷ്ടംപോലെ വിജയിച്ച ചരിത്രമുണ്ട്. തീർച്ചയായിട്ടും ഇതിനകത്തും ഈ മാനത്തെ കൊട്ടാരം എന്ന് പറഞ്ഞ സീരിയലും കുറേ പുതുമുഖങ്ങളുണ്ട് അല്ലേ, ന്യൂ കമേഴ്സ് ഉണ്ട്. അതിലൊരാളായിട്ട് നമുക്ക് വിഷ്ണുവിനെ കൂട്ടാം. കാര്യം മറ്റുള്ള സീരിയലിലൊക്കെ വന്നു പോകുന്ന സീൻസൊക്കെ ആയിരിക്കാം മേ ബി, എങ്കിലും ഉണ്ടായിരിക്കാം. പക്ഷേ ഇതെന്ന് പറയുന്നത് ത്രൂ ഔട്ടായിട്ടുണ്ട്. ആ ഒരു കഥാപാത്രം എഴുത്തുകാരിലൂടെ ചിലപ്പോൾ വേറെ രീതിയിലേക്ക് കൊണ്ടുവരാനും സാധിക്കും അല്ലേ. അങ്ങനെ വരട്ടെ എന്ന് ആത്മാർത്ഥത്തിൽ പ്രാർത്ഥിക്കുന്നു. എഫേർട്ട് കൊടുക്കുന്നുണ്ട്, ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നുണ്ട്. ഇതെല്ലാം പ്രഷറിലാണ്. തീർച്ചയായിട്ടും സ്വീകരിക്കണോ വേണ്ടതൊക്കെയുള്ള എല്ലാവരും അങ്ങനെ തന്നെ ആവട്ടെ. അപ്പം ഞാൻ പറഞ്ഞ 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചു വെച്ചോണം കേട്ടോ. എന്തൊക്കെയാ? ഞാൻ ഒന്നും പറഞ്ഞില്ല, പറയാൻ പോകുന്നേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ എല്ലാ വലിയ വലിയ കുറേ എപ്പിസോഡ്സൊക്കെ പോകുമ്പോൾ ചില ആൾക്കാരെ കാണുന്ന കുറേ മാറ്റങ്ങൾ കാണും. ഡൗൺ ടു എർത്താണ് എപ്പോഴും നമ്മുടെ വിജയം എന്ന് പറയുന്നത്, അഡ്വൈസ് അല്ല കേട്ടോ. കാര്യം ഞാൻ ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ പോകുന്ന കുറേ പേർ ഇൻ്റർവ്യൂസ് സീരിയൽസിൽ എടുത്തിട്ടുള്ളൂ. പക്ഷേ എല്ലാവരും ഡൗൺ ടു എർത്താണ് കേട്ടോ. ആർക്കും അഹങ്കാരമോ ജാടയോ ഒന്നും ഇല്ലാത്ത ആൾക്കാരാണ്. അതുപോലുള്ളൊരു വ്യക്തിയായി തീരട്ടെ വിഷ്ണു. ഈ ഒരു സീരിയൽ മുഴുനീളം ഒരു 3-4 വർഷം പോകാനുള്ള കാര്യം പലരുടെ അന്നമല്ലേ. അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോഴും വിഷ്ണുവിൻ്റെ അന്നം ഇതാണ്. തീർച്ചയായിട്ടും അല്ലേ. അതായത് ആദ്യമായിട്ട് താങ്ക്സ് ടു സായി സാർ. കാരണം നമുക്കൊരു എങ്ങനെ സെലക്ട് ചെയ്ത് ഇതിലേക്ക് എങ്ങനെ സെലക്ട് ചെയ്തു? സാറിനെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുമായിരുന്നു. സാർ ഇതുപോലെ പ്രോജക്റ്റ് തുടങ്ങുന്നു എന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തു, അങ്ങോട്ട് വിളിച്ചു കൊടുത്തു. കൺട്രോളർ ദീപു ചേട്ടൻ വഴിയിട്ടാണ് നമുക്ക് സ്ക്രീൻ ടെസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു. അങ്ങനെ അങ്ങനെ ഇതിലേക്ക് എത്തിപ്പെട്ടത്. തീർച്ചയായിട്ടും എല്ലാവിധ ഭാഗങ്ങളും ഇനിയും മുന്നോട്ട് പോട്ടെ. നല്ല രീതിയിലുള്ള ക്യാരക്ടേഴ്സ് കിട്ടട്ടെ. നമ്മൾ മാക്സിമം ഒരു സീരിയൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. 2-3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കേട്ടോ. ഈ പ്രേക്ഷകർ വിചാരിക്കും ഇവൻ ആടാ ഇവൻ കയറിയത് ഉപദേശിക്കുന്നതെന്ന്. ഉപദേശമല്ല, അറിവുകൊണ്ട് പറഞ്ഞു കൊടുത്തതാ. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? മാനത്തെ കൊട്ടാരം ഈ വരുന്ന 12-ാം തീയതി മുതൽ സി കേരളം ചാനലിൽ എത്ര സമയം കൂടെ 7 മണിക്ക് സംപ്രേഷണം ചെയ്യുകയാണ്. ഒരുപാട് കഥാപാത്രങ്ങൾ സ്വീകരിച്ച മലയാളി പ്രേക്ഷകർ ഈ സീരിയലും ഇതിലെ കഥാപാത്രങ്ങളെയും കൂടാതെ എന്നെയും സ്വീകരിക്കണമെന്ന് അറിയിക്കുന്നു. തീർച്ചയായിട്ടും സ്വീകരിക്കും. അതുപോലെ തന്നെ ഫസ്റ്റ് ഇൻ്റർവ്യൂ അല്ലേ, എന്തായാലും ഞാനങ്ങനെ വലിയ ഇതൊന്നും വരദാനമൊന്നും കൊടുക്കാറില്ല. ഒരു വരം ഞാൻ തരുന്നു. ഇതിനകത്ത് നല്ല കുറേ എപ്പിസോഡ്സിൽ പോകട്ടെ. ഇനിയും ഇത് കണ്ടിട്ട് നല്ല സിനിമകളിലേക്ക് വരട്ടെ. സുരേഷ് ഏട്ടൻ കണ്ടിട്ട് വിളിക്കട്ടെ കാണാനായിട്ട്. അത് ആദ്യം തന്നെ പറയുന്നത് കേട്ടോ. അപ്പോഴോർക്കണം എന്നെ. പേര് അനീഷ് എന്നാണ് കേട്ടോ. അപ്പോൾ വളരെ സന്തോഷം. നമുക്കിനി അടുത്ത ഈ ഒരു 1000 എപ്പിസോഡ് കഴിഞ്ഞിട്ട് നമുക്ക് ഒരിക്കൽ കൂടി ഒന്നിരിക്കാം. എല്ലാവരോടും വെച്ചിട്ട് നമുക്ക് ഇരിക്കാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.